ഹായ് ടീച്ചേഴ്സ്, ഇന്ന് 7ാം ക്ലാസ്സിലെ ഒരു സയൻസ് ഡെമോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അതിനു മുൻപ് ഒരു കാര്യം, ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സുഖാണോ? സുഖാണ്. രാവിലെ എല്ലാരും ഭക്ഷണം കഴിച്ചു. എന്തൊക്കെയാ കഴിച്ചത്? ഇഡ്ഡലി കഴിച്ചു, ദോശ കഴിച്ചു, പുട്ട് കഴിച്ചു. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാ ഇരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഊർജ്ജമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഉഷാറായിരുന്നേ. ഓക്കെ, നോക്കൂ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് വായിൽ വെച്ച് ചവച്ചരച്ചാണ് കഴിക്കുന്നത്, അല്ലേ? ദഹനത്തിന്റെ പ്രാരംഭഘട്ടം തുടങ്ങുന്നത് നമ്മുടെ വായിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളുടെ ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടി നമ്മുടെ വായെ സഹായിക്കുന്നതാണ് പല്ല്, നാവ്, ചുണ്ട് എന്നിവയെല്ലാം നമ്മുടെ ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വായില് പ്രധാന ഒരു ഘടകമാണ് നമ്മുടെ പല്ലുകള്, അല്ലേ? ഈ പല്ലുകള് നമ്മുടെ ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു, അല്ലേ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടാണോ? ഇഷ്ടാണ്. ഒരുപാട് ചോക്ലേറ്റ് തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാര് നിങ്ങളെ വഴക്ക് പറയാറുണ്ട്, അല്ലേ? ചോക്ലേറ്റ് തിന്നണ്ട, എന്തുകൊണ്ടാ? പല്ല് കേടാവും, പല്ലിന് ദോഷമാണ് എന്ന് പറയും, അല്ലേ? അതെ, എന്തുകൊണ്ടാ? നമ്മൾ ഈ ഒരുപാട് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിന്റെ ഇടയില് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുകയും അത് നമ്മുടെ ദന്തക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. നമ്മളത് കാണില്ല, അതങ്ങനെ അവിടെ വെച്ച് അതിങ്ങനെ കേടായി നമ്മുടെ പല്ലിന് അത് ദോഷം വരുത്തുന്നു. ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള ഒരു ഭാഗമാണ് നമ്മുടെ പല്ല്. അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ കേടുവരുന്നതും നമ്മുടെ പല്ല് തന്നെയാണ്. അതുകൊണ്ടാണ് ചോക്ലേറ്റ് ഒന്നും അധികം കഴിക്കരുത് എന്ന് പറയുന്നത്. മാത്രമല്ല, രാവിലെയും രാത്രിയും 2 നേരം നമ്മൾ എന്ത് ചെയ്യും? നിർബന്ധമായും ബ്രഷ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ പല്ലുകൾക്ക് കേട് സംഭവിക്കും, അല്ലേ? അതെ. ഇനി നോക്കൂ, പല്ലുകള്. ഈ പല്ലുകള് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തിനെ കുറിച്ചാ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്തിനെ കുറിച്ചാ? പറഞ്ഞോളൂ. വെരി ഗുഡ്. പല്ലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അല്ലേ? പല്ലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ പല്ലുകൾ മുളച്ചു വരുന്നത്? നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏതെങ്കിലും കുട്ടികളാവട്ടെ, അവർക്ക് ഇങ്ങനെ പല്ലുകൾ മുളച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വെരി ഗുഡ്. ഓക്കെ, എല്ലാരും ഇതിനെ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഇങ്ങനെ കുറെ പല്ലുകൾ വരുമോ? ഇല്ല, അല്ലേ? ആദ്യം ഒരു പല്ല് വരും, പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഒരു പല്ല് വരും. അങ്ങനെ ഈ കുട്ടിക്ക് ഒരു 2-3 വയസ്സാവുമ്പോഴേക്കും പല്ലുകൾ വരും, അല്ലേ? അപ്പോ ഈ പല്ലുകൾക്ക് ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? വെരി ഗുഡ്. ഈ പല്ലുകൾക്ക് പറയുന്ന പേരാണ് പാൽപ്പല്ലുകൾ. എന്താണ്? പാൽപ്പല്ലുകൾ. മാക്സിമം എത്ര പാൽപ്പല്ലുകളാണ് ഉണ്ടാവുക അറിയോ? നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? നിങ്ങൾക്കും വന്നിട്ടുണ്ട്, നിങ്ങളുടെ ചെറുപ്പത്ത് നിങ്ങൾക്കും വന്നിട്ടുണ്ട് പാൽപ്പല്ലുകള്. 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാവുക. എത്രയാണ്? പാൽപ്പല്ലുകൾ 20. എന്തുകൊണ്ടായിരിക്കാം ഇതിന് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്? ഒരു കുട്ടിക്ക് ചെറുപ്പത്തിലുണ്ടാവുന്ന ഈ പാൽപ്പല്ലുകള് 6 വയസ്സ് മുതൽ എന്ത് സംഭവിക്കുന്നു? ഇത് കൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്നു. കൊഴിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ പല്ല് പറിച്ചപ്പോ നിങ്ങൾ കരഞ്ഞതും ഓടിപ്പോയതൊക്കെ ഓർമ്മയുണ്ടാവും, അല്ലേ? അത് തന്നെ. എന്താണ്? ഒരു 6 വയസ്സ് മുതല് നമുക്ക് ഈ പാൽപ്പല്ലുകൾ പറിക്കാം, അല്ലെങ്കിൽ ഇത് കൊഴിഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഇതിനെ പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. ഇത് സ്ഥിരമല്ല, ഇത് മാറ്റം, ഇത് കൊഴിഞ്ഞു പോകും. പിന്നെ ഈ പല്ലുകൾ കൊഴിഞ്ഞു പോയാൽ അവിടെ പുതിയ പല്ലുകൾ വരും, അല്ലേ? നമ്മൾ പല്ല് പറിച്ചിട്ട് അവിടെ പുതിയ പല്ലുകൾ വരും, അല്ലേ? ആ പല്ലുകൾക്ക് പറയുന്ന പേരാണ് സ്ഥിരദന്തങ്ങൾ. സ്ഥിരദന്തങ്ങൾ. ആ പേരിൽ തന്നെയുണ്ട് അർത്ഥം. എന്താ? ആർക്കെങ്കിലും പറയാമോ സ്ഥിരദന്തങ്ങൾ എന്താണ്? പറഞ്ഞോളൂ. വെരി ഗുഡ്. ഈ സ്ഥിരദന്തങ്ങൾ പിന്നെ കൊഴിഞ്ഞു പോവാറില്ല, അത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കും.
അല്ലേ? ഈ പാൽപ്പല്ലുകൾ ഒരു 6 വയസ്സ് മുതൽ കൊഴിയാൻ തുടങ്ങും. ഈ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. മാക്സിമം 32 സ്ഥിരദന്തങ്ങളാണ് ഉണ്ടാവും. മാക്സിമം എന്നല്ല, ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 പാൽപ്പല്ലുകളുടെ എണ്ണം 20ഉം സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32ഉമാണ്. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോ എന്താണ്, പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ബാക്കി കൂടെ പഠിക്കാനുണ്ട്. സ്ഥിരദന്തങ്ങൾ 4 വിധത്തിലുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിശദമായി നമുക്ക് പഠിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിർത്തുകയാണ് ക്ലാസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാഠഭാഗം വായിച്ച് പിന്നെ പാൽപ്പല്ലുകളെ കുറിച്ചും സ്ഥിരദന്തങ്ങളെ കുറിച്ചും ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുകയും അതിനോടനുബന്ധിച്ച് നമ്മൾ ദന്തക്ഷയം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇതെല്ലാം നിങ്ങളുടെ പ്രവർത്തന നോട്ട്ബുക്കിൽ ചെയ്ത് നാളെ കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. ടീച്ചേഴ്സ്, ഒരു ഡെമോ ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.